ചെമ്പനീർ പൂവിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സച്ചിയുടെ നിരപരാധിത്വം മുഴുവനായിട്ട് രേവതി തെളിവ് സഹിതം എല്ലാവർക്കും മുന്നിൽ തെളിയിക്കുന്നുണ്ട്. സച്ചിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് രേവതി ഏതായാലും സച്ചി കയറി ചെന്ന് അതേ ബാറിലേക്ക് ചെല്ലുന്നുണ്ടെന്ന് മാത്രമല്ല അവിടെയുള്ള മാനേജറോട് സംസാരിക്കും. അവിടെയുള്ള CCTV ദൃശ്യം പരിശോധിക്കാൻ വേണ്ടിയിട്ടായിരിക്കട്ടെ രേവതി അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ മാനേജർ ആദ്യം അതിനൊന്നും സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും എന്നിട്ട് ഈ ഒരു കാര്യം മാനേജറോട് പറയുന്ന സമയത്തിന് മാനേജർ ആദ്യം അതിന് സമ്മതിക്കുന്നില്ല. അവസാനം രേവതി കരഞ്ഞ് കാല് പിടിച്ച് കെഞ്ചി കേണപേക്ഷിക്കുന്ന സമയത്തിന് അവസാന ഗതികെട്ട് മാനേജർ ഏതായാലും അതിന് സമ്മതിക്കും. എപ്പോഴാണ് സമയം എന്ന് ചോദിക്കുന്ന സമയത്തിന് 2 ദിവസം മുൻപായിട്ടാണ് സമയം, ഏകദേശം 12 മണിയോട് കൂടിയാണ് എന്നൊക്കെ രേവതി പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഏകദേശം സമയം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്തിന് ആ ഒരു CCTV ദൃശ്യമെല്ലാം തന്നെ രേവതിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ CCTV ദൃശ്യം കാണുന്ന സമയത്തിന് രേവതി ആകങ്ങ് ഞെട്ടിപ്പോവാണ്. കാരണം സച്ചി അങ്ങനെ ചെയ്യുന്ന സമയത്തിന് രേവതി ഒരു ഫോൺ എടുത്തിട്ട് അതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സച്ചി ആണെങ്കിൽ ആ സമയത്ത് ഒരു തുള്ളി പോലും മദ്യപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല എല്ലാവർക്കും മദ്യം ഒഴിച്ചു കൊടുക്കുന്ന രംഗം മാത്രമായിരിക്കട്ടെ രേവതി കാണുന്നത്. എന്നാൽ ഇതെല്ലാം തന്നെ ആന്റണി ഫോണിൽ ഇങ്ങനെ പകർത്തുന്നുണ്ടായിരുന്നു. ആന്റണിയുടെ ചതിയായിരിക്കും ഇത് എന്നും തന്റെ ഭർത്താവിന്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുള്ള കാര്യമൊക്കെ രേവതിക്ക് മനസ്സിലാവും. ഇതേ സമയത്ത് സച്ചിയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലായിരിക്കും. എന്നെ ആർക്കും വിശ്വാസമല്ല, എന്നെ ആരും വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് സ്വയം ഇങ്ങനെ ശപിച്ച് സംസാരിക്കുകയാണ്. സച്ചി കൂട്ടുകാരുമായിട്ട് സംസാരിക്കുന്ന സമയത്തിന് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരും. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എടാ നീ എന്താടാ ഇവിടെ നിൽക്കുന്നത്, നീ എന്താ ഇനി ഹോട്ടലിലേക്ക് റെസ്റ്റോറൻറ്റിലേക്കൊന്നും പോയില്ലേന്ന് ചോദിക്കും. അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, അതേ പിന്നെ സച്ചിയേട്ടാ എന്നോട് ഏട്ടത്തിയാണ് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് എന്ന് പറയുന്ന സമയത്തിന് സച്ചി ചോദിക്കുന്നുണ്ട്, ആര് രേവതിയോ, അവൾ എന്തിനാ നിന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? അന്നേരം ഏട്ടത്തി ഇങ്ങോട്ടേക്ക് വരും എന്നിട്ട് വിവരം പറയുന്ന ഇങ്ങനെ ശ്രീകാന്ത് പറയുന്ന സമയത്തിന്റെ പുറകിലേക്ക് നോക്കുന്ന സമയത്തിന് രേവതി ഓടിപ്പടിച്ച് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രേവതി ഓടി വരുന്നുണ്ട് എന്ന് മാത്രമല്ല ഓടി വന്നിട്ട് സച്ചി അങ്ങ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് രേവതി. അന്നേരം സച്ചിക്ക് ആകെ ഷോക്കായിരിക്കട്ടെ. സച്ചി ചോദിക്കുന്നതിന്, എന്താ രേവതി, എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുന്ന സമയത്തിന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ രേവതി പറഞ്ഞത്, സച്ചിയേട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലും നിങ്ങൾ ഞാൻ മനസ്സിലാക്കിയില്ല, നിങ്ങൾ ഞാൻ വിശ്വസിച്ചില്ല, നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ നിരപരാധിയാണെന്ന കാര്യം നിങ്ങൾ എന്നോട് എത്രയോ തവണ പറഞ്ഞു. ആ സമയത്തും നിങ്ങൾ ഞാൻ കുറ്റപ്പെടുത്തി സംസാരിക്കുമായിരുന്നു. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്ന് പറയുന്ന സമയത്ത് പോലും ഞാൻ എൻ്റെ അടുത്ത് നിന്ന് മാട്ടിപ്പായിക്കായിരുന്നില്ലേ, ഞാനൊരു മഹാപാപിയാണ്, ഞാൻ നിങ്ങളോട് ഒത്തിരിയധികം തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് ഇങ്ങനെ പൊട്ടിക്കരയായിരിക്കട്ടെ രേവതി. എന്നാൽ ഇതും കണ്ടുകൊണ്ട് തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് രേവതി നിനക്ക് ഇപ്പോഴാണെങ്കിൽ സത്യമൊക്കെ മനസ്സിലായതെന്ന് ചോദിക്കും. അന്നേരം രേവതി ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ പറയട്ടോ. ആ ഒരു ബാറിലേക്ക് പോയത് മാനേജറുമായിട്ട് സംസാരിച്ച് CCTV ദൃശ്യം കണ്ട കാര്യങ്ങളൊക്കെ പറയും. ആ ആന്റണിയാണ് ഏട്ടനെ ചതിച്ചത് എന്നുള്ള കാര്യമൊക്കെ ശ്രീകാന്ത് പറഞ്ഞു കൊടുക്കട്ടെ സച്ചിക്ക്. ഏതായാലും സച്ചി യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, സച്ചി നിരപരാധിയാണെന്ന കാര്യം കേൾക്കുന്ന സമയത്തിന് എല്ലാവർക്കും സന്തോഷമായിരിക്കും. ശ്രീകാന്ത് പറയുന്നത്, ഇനി ഏതായാലും ഏട്ടന്റെ നിരപരാധിത്വം നമ്മൾ മാത്രം അങ്ങ് മനസ്സിലാക്കിയാൽ പോരാ, ഈ ഒരു തെറ്റ് ഏട്ടൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരൊക്കെ ഈ ഒരു സത്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാനൊരു ലൈവ് പോവാം, അതോടുകൂടി തന്നെ ഈ ഒരു കാര്യം പറയണം. അതിന്റെ പുറമെ തന്നെ ഏട്ടന് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഏട്ടൻ തന്നെ പറയണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കട്ടോ ശ്രീകാന്ത്. അപ്പോഴേക്കും സച്ചി ഏതായാലും ആ ഒരു ലൈവിൽ വരുന്നുണ്ട് എന്ന് മാത്രമല്ല കൈയോട് കൂടി തന്നെ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആന്റണി ആ ഒരു വീഡിയോ എടുക്കുന്ന ആ ഒരു CCTV ദൃശ്യം അടക്കുന്ന വലിയൊരു വീഡിയോ തന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതോടുകൂടി തന്നെ സച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യപ്പെടും. എല്ലാവരും ചേർന്നിട്ട് ഞാനൊരു തെറ്റുകാരനാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്ത് പോലും എന്നെ നിരപരാധിയാണ്, ഞാൻ നിരപരാധിയാണ് എന്നൊക്കെ തെളിയിച്ചത് എൻ്റെ ഈ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലാണെങ്കിൽ പോലും സച്ചി ഇങ്ങനെ രേവതിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. രേവതിക്കും അത് ഒത്തിരിയധികം സന്തോഷമായിരിക്കും. അങ്ങനെ അവരുടെ ബന്ധം വീണ്ടും വീണ്ടും ദൃഢപ്പെടുകയാണ്. എന്നാൽ ഇവർ ഈ ലൈവ് പോയത് കൊണ്ട് തന്നെ ഏകദേശം എല്ലാവരും ഈ ഒരു കാര്യം അറിയുന്നുണ്ട് എന്ന് മാത്രമല്ല രവീന്ദ്രൻ ഏതായാലും ഇതെല്ലാം ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ഫോണിലൂടെ കാണുന്നുണ്ട്. രവീന്ദ്രന്റെ കണ്ണ് നിറഞ്ഞു പോവാണ്. ഇത്രമാത്രം നിരപരാധിയായ തന്റെ മകനാണല്ലോ താൻ ഇത്ര ദിവസം തള്ളി പറഞ്ഞത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ രവീന്ദ്രന് കുറ്റബോധം തോന്നിപ്പോവും. രേവതിയുടെ വീട്ടുകാരെല്ലാവരും ഇത് കാണുന്നുണ്ട്. ലക്ഷ്മിയമ്മക്കും ദേവുവിനും ഒക്കെ മനസ്സിലാവട്ടെ, സച്ചി യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, സച്ചി നിരപരാധിയാണെന്ന കാര്യം അവർക്കെല്ലാവർക്കും മനസ്സിലാവും. എല്ലാവരും ഈ ഒരു ദൃശ്യം കാണുന്നതോടുകൂടി തന്നെ സച്ചിൻ നിരപരാധിയാണെന്ന കാര്യം തെളിയുന്നുണ്ട് എന്ന് മാത്രമല്ല ശ്രീകാന്ത് സച്ചിൻ പിന്നെ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും. സച്ചിയുടെ കാറ് പോലീസുകാർ അവിടെ തടഞ്ഞു വെച്ചിരിക്കാണല്ലോ, അത് തിരികെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഈ സമയത്തിന് സച്ചിക്ക് ചെറുതായിട്ടൊരു പേടിയുണ്ട്. നേരത്തെ സച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന സമയത്തിന് ചായ മേടിക്കാനും പരിപ്പ് മേടിക്കാനും അങ്ങനെ കുറേ അധികം കാര്യങ്ങളൊക്കെ സച്ചിയെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണല്ലോ. ഒരു വേലക്കാരനെ പോലെയാണല്ലോ സച്ചി അവർ ട്രീറ്റ് ചെയ്തത്. അങ്ങനെ സച്ചി ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ വരാൻ പേടിച്ച് മടിച്ച് നിൽക്കുന്ന സമയത്തിന്റെ രേവതി പറഞ്ഞിട്ട്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, SIയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, SI നിങ്ങളെ വിളിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞ് സച്ചിക്ക് ധൈര്യം പകർന്നു കൊടുക്കും. അങ്ങനെ രേവതി സച്ചിൻ ശ്രീകാന്തുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്ന സമയത്തിന് സച്ചിക്കും അവർക്ക് എല്ലാവർക്കും നല്ലൊരു സ്വീകരണം തന്നെ ആയിരിക്കട്ടെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നത്. പോലീസുകാർ പറഞ്ഞിട്ട്, ഏതായാലും നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല, നിങ്ങൾ നിരപരാധിയാണെന്ന കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു,
അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് സച്ചി അവിടെ ഇരുത്തിയതിന് ശേഷം അവരെ നിർബന്ധിച്ചുകൊണ്ട് തന്നെ ചായയും പലഹാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വളരെ നല്ല രീതിയിൽ തന്നെ സ്വീകരണമായിരിക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് സച്ചിക്ക് കിട്ടുന്നത്. അന്നേരം സച്ചി ചോദിക്കുന്നുണ്ട്, എൻ്റെ കാറ് വാങ്ങിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുന്ന സമയത്തിന് പോലീസുകാർ പറയുന്നുണ്ട്, അതിനെന്താ നിങ്ങൾക്ക് നിങ്ങളുടെ കാറ് കൊണ്ടുപോകാമെന്ന് പറയും. ആ സമയത്തിന് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഏതായാലും നിങ്ങൾ കേട്ട പാതി കേൾക്കാത്ത പാടി സത്യം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഇങ്ങനെ ആക്ഷൻ എടുത്തത് ശരിയായില്ല. ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് മുൻപേ തന്നെ അയാൾ കുടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണ്ടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇതിങ്ങനെ ശ്രീകാന്ത് ചോദിക്കുന്ന സമയത്തിന് സോറി സർ, അത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന് തെറ്റാണെന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ ഏതായാലും കുറ്റം സമ്മതിക്കും. ഏതായാലും തെറ്റ് ചെയ്തതും അതുപോലെ ഇങ്ങനൊരു കള്ളവാർത്ത പ്രചരിപ്പിച്ചത് ആന്റണിയാണെന്ന് ആ ഒരു CCTV ദൃശ്യം വഴി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പോലീസുകാർ ഏതായാലും ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആന്റണിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. ആന്റണിയെ കാണുന്ന സമയത്തിന് ആന്റണിക്ക് നല്ല രീതിയിൽ തന്നെ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് പറയുന്ന സമയത്തിന് പോലീസുകാർ ചോദിക്കുന്നുണ്ട്, ഇനി ഈ കേസുമായിട്ട് കുറേ അധികം നാളങ്ങനെ നീണ്ടു മുന്നോട്ട് പോകണോ? ഇവന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് 1,00,000 രൂപ വാങ്ങി തന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കും. അന്നേരം സച്ചി പറഞ്ഞിട്ട്, ഞങ്ങൾക്ക് 1 രൂപ പോലും വേണ്ട, ഞങ്ങൾക്ക് പണമൊന്നും വേണ്ട, ഏതായാലും ഈ തെറ്റ് ചെയ്തവനെ ഏതായാലും ശിക്ഷ അനുഭവിക്കണം. രേവതി പറഞ്ഞിട്ട്, ഇവൻ കാരണം എത്രയോ വേദന അനുഭവിച്ചതാണ് എൻ്റെ ഭർത്താവ്. മാത്രമല്ല ഇവൻക്ക് ആദ്യം മുതലേ ഞങ്ങളോട് ചില ശത്രുതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവൻ ചെയ്തതിനുള്ള തക്ക ശിക്ഷ ഇവന് കൊടുക്കണമെന്നിങ്ങനെ രേവതി പറയുന്ന സമയത്തിന് പോലീസുകാർ ഏതായാലും അതിനും സമ്മതിക്കണേ. ആന്റണിയുടെ മേലിൽ കുറ്റം ചാർത്തിക്കൊണ്ടതിന് പോലീസുകാർ ഏതായാലും അവനെ ലോക്കപ്പിലേക്ക് ഇടാൻ കൊണ്ടുപോകുന്ന സമയത്തിന് സച്ചിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പോലീസുകാരെ കാണാതെ ഏതായാലും ആന്റണിയെ അവിടെ നിന്നും പിടിച്ചു മാറ്റിയതിന് ശേഷം സച്ചി ഏതായാലും ആന്റണിക്കിട്ട് നല്ല തല്ല് തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇതും കണ്ടോട്ട് വന്ന് പോലീസുകാർ പറഞ്ഞിട്ട്, ഈ സ്റ്റേഷനിൽ വെച്ചിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി നല്ലോണം തന്നെ അടിച്ചൊതുക്കിയിട്ടുണ്ടാവും കേട്ടോ. ആ സമയത്തിന് സച്ചി പറയും, എന്നാ ശരി, എന്നാ ഞാനിപ്പോൾ ഹാപ്പിയായി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടു കൂടി ആയിരിക്കും രേവതിനെ കൂട്ടി ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ടിന് സച്ചി നേരെ കാറുമായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നത്. ഇതേ സമയത്ത് രവീന്ദ്രനാണെങ്കിലും ആ ഒരു വീഡിയോ ദൃശ്യം കണ്ടിട്ട് ആകെ ഷോക്കാവുന്നുണ്ട്. ഇത് മാത്രമല്ല ഹാളിലേക്ക് എല്ലാവരെയും വിളിപ്പിച്ച് വരുത്തുന്നുണ്ട്. എന്നിട്ട് സുധീരെ കയ്യിൽ ഫോൺ കൊടുത്തുകൊണ്ട് ഈ ഒരു വീഡിയോ ദൃശ്യമെല്ലാം തന്നെ TV-യിൽ വെക്കാൻ പറയും. സച്ചി യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആ ഒരു ദൃശ്യത്തിലൂടെ എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട് കേട്ടോ. എന്നാൽ TV-യിലൂടെ ആ ഒരു ദൃശ്യം കാണുന്ന സമയത്തിന് ശ്രുതിക്കും ഇതത്ര വലിയ തൃപ്തിയായിട്ടുള്ള കാര്യമൊന്നുമല്ല. ചന്ദ്രമതിക്കാണെങ്കിലും സച്ചി തെറ്റുകാരനല്ല എന്ന് അറിഞ്ഞതോടുകൂടി തന്നെ പ്രത്യേകിച്ച് സന്തോഷമൊന്നും കാണുന്നില്ല കേട്ടോ. എന്നാൽ ശ്രീകാന്തിനും മറ്റെല്ലാവർക്കും തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. ഇതേ സമയത്തായിരിക്കും ശ്രീകാന്ത് സച്ചി രേവതിയും കൂടി വീട്ടിലേക്ക് കയറി വരുന്നത്. സച്ചിക്കാണെങ്കിൽ വീട്ടിലേക്ക് കയറി വരാനൊരു മടിയായിരിക്കും. അങ്ങനെ സച്ചി മടിച്ചു നിൽക്കുന്ന സമയത്തിന് ശ്രീകാന്ത് പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ നിൽക്കുമെന്ന് പറയും. വീട്ടിലേക്ക് കയറി വരുന്ന സമയത്തിന് സച്ചിക്കാണെങ്കിൽ എല്ലാവർക്കും തന്നോട് ദേഷ്യമാണല്ലോ, ഈ സത്യം വീട്ടുകാർ അറിഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് സച്ചിക്ക് ഏതായാലും വീട്ടിലേക്ക് കയറി വരാനൊരു ചമ്മലായിരിക്കും. അങ്ങനെ സച്ചി വീട്ടിലേക്ക് കയറാൻ മടിച്ചു നിൽക്കുന്ന സമയത്തിന് ശ്രീകാന്ത് അങ്ങനെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇനി നോക്കി നിൽക്കുന്നത്, ഇങ്ങോട്ടേക്ക് അകത്തേക്ക് കയറി വായോ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് വിളിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്തായിരിക്കും ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ രവീന്ദ്രൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. രവീന്ദ്രൻ നിൽക്ക് എന്നങ്ങ് പറയുന്നതോടുകൂടി തന്നെ സച്ചി ആകെ ഷോക്കായിരിക്കും. സച്ചി മുന്നോട്ട് വെച്ച കാലം നേരെ പുറകോട്ട് തന്നെ വെക്കുകയാണ്. അകത്തേക്ക് കടക്കണ്ട, അവിടെ തന്നെ നിൽക്കുന്ന ഞാൻ രവീന്ദ്രൻ പറയുന്ന സമയത്തിന് ശ്രീകാന്തിനെ അങ്ങ് വല്ലാതായിരിക്കും. ശ്രീകാന്ത് ചെന്ന് പറഞ്ഞിട്ട്, അച്ഛാ സച്ചിയേട്ടന് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നതിന്റെ തെളിവൊക്കെ കയ്യിലുണ്ട്, നമ്മളെല്ലാവരും ചേർന്നിട്ട് സച്ചിയേട്ടനെ തെറ്റിദ്ധരിക്കായിരുന്നു എന്നൊക്കെ പറയും. അച്ഛൻ ഈ വീഡിയോ കണ്ടതല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് രവീന്ദ്രൻ പറഞ്ഞിട്ട്, ഈ വീഡിയോ ഒക്കെ ഞാൻ കണ്ടതായിരുന്നു, എന്റെ മോനെ ഞാൻ അകത്തേക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ചന്ദ്രൻ നീ പോയിട്ട് താലി തട്ടം എടുത്തിട്ട് ആരതി ഒഴിഞ്ഞിട്ട് സ്വീകരിക്കണം എന്നിങ്ങനെ പറയുന്ന സമയത്തിന് ചന്ദ്രക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ചന്ദ്ര അങ്ങനെ ആരതി തട്ടം എടുക്കാൻ മടിച്ചു നിൽക്കുന്ന സമയത്തിന് ചന്ദ്രയോട് അങ്ങ് ഷൗട്ടിയാണ്. എന്നിട്ട് ഇടി ഞാൻ പറഞ്ഞത് നീ അങ്ങ് അനുസരിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് ചന്ദ്രക്ക് പേടിയാവും. ഏതായാലും ചന്ദ്രമതിയും ശ്രുതിയും വർഷയും ചേർന്നുകൊണ്ടായിരിക്കട്ടെ സച്ചിയെ രേവതിയും ആരതി ഒഴിഞ്ഞിട്ട് അകത്തേക്ക് സ്വീകരിക്കുന്നത്. അങ്ങനെ സച്ചിയെ രേവതിയും അകത്തേക്ക് കയറി വന്നതിന് ശേഷം രവീന്ദ്രൻ ഓടിപ്പോയിട്ട് സച്ചി കെട്ടിപ്പിടിച്ചങ്ങ് പൊട്ടിക്കരയാണ്. കുറ്റബോധത്തോടു കൂടി ഇങ്ങനെ നീര് പുകയായിരുന്നുണ്ട് രവീന്ദ്രന്റെ മനസ്സ്. രവീന്ദ്രൻ പറഞ്ഞിട്ട്, എടാ മോനെ നീ എന്നോട് ക്ഷമിക്കടാ, ഈ അച്ഛൻ മഹാപാപിയാണ്, നിന്നെ ഒരുപാടധികം തെറ്റിദ്ധരിച്ചു പോയി, നീ എന്നോട് പൊറുക്കടാ, ഞാൻ നിന്നെ തല്ലാൻ പോലും കയ്യോങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് ഇങ്ങനെ പൊട്ടിക്കരയായിരിക്കട്ടെ രവീന്ദ്രൻ. അന്നേരം സച്ചി ചോദിക്കുന്നതിന്, അച്ഛൻ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത്, ഏതായാലും സത്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ, നിങ്ങൾ എല്ലാവരും എന്നെ മനസ്സിലാക്കിയല്ലോ. അന്നേരം സച്ചി ചോദിക്കുന്നതിന്, അച്ഛൻ എന്തിനാ എന്നോട് ക്ഷമയൊക്കെ പറയുന്നത്, ഏതായാലും നിങ്ങൾ എല്ലാവരും എന്നെ മനസ്സിലാക്കിയല്ലോ, എൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.